2023 ഒക്ടോബർ മാസം 7-ാം തീയതിയായിരുന്നു ഗസയുടെ ചുമതലക്കാരനായ ഹമാസ് നേതാവ് യഹ്യ സിൻവറുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ അതിർത്തി കടന്ന് പട്ടാളക്കാരടക്കം സാധാരണ മനുഷ്യർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. 1139 നിരപരാധികളായ മനുഷ്യരെ അവർ കൊന്നൊടുക്കി. ഈ കൊന്നൊടുക്കിയവരെല്ലാം ഇസ്രായേലികളായിരുന്നു. ഇസ്രായേലിൽ താമസിക്കുന്ന മറ്റ് രാജ്യത്തെ പൗരന്മാരായ ജൂതന്മാരും. തട്ടിക്കൊണ്ടുപോയ 251 പേരും അങ്ങനെ തന്നെ. അന്ന് തുടങ്ങിയതാണ് ഇസ്രായേൽ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം. 15 മാസം തുടർച്ചയായി ഇസ്രായേൽ ഗസയെ ആക്രമിച്ചു. അന്ന് ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മയിൽ ഹനിയെ മാത്രമല്ല, ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത, പിൽക്കാലത്ത് ഇസ്മയിൽ ഹനിയുടെ പിൻഗാമിയായി ഹമാസിന്റെ ചുമതലയേറ്റ യഹ്യ സിൻവറയും ഇസ്രായേൽ വകവരുത്തി. ഹമാസിന്റെ മുൻനിര നേതാക്കളെ എല്ലാവരെയും തന്നെ ഇസ്രായേൽ വകവരുത്തി. 46,707 പേരാണ് ഇന്നലെ രാത്രി വരെ ഗസയിൽ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരിൽ മഹാഭൂരിപക്ഷവും ഹമാസ് ഭീകരവാദികളാണെന്ന് ഇസ്രായേൽ പറയുമ്പോൾ എല്ലാവരും തന്നെ നിരപരാധികളായ മനുഷ്യരാണ്. അതിൽ 7,000 പേർ സ്ത്രീകളും 12,000 പേർ കുട്ടികളുമാണെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. 1,00,000-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. 127 മാധ്യമ പ്രവർത്തകരും 224 വോളണ്ടിയേഴ്സും കൊല്ലപ്പെട്ടപ്പോൾ ഈ യുദ്ധത്തിൽ 726 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു. ഗസയുടെ ഭൂപ്രദേശത്തെ 70% കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു. ആകെയുള്ള 23 ലക്ഷം ഗസ നിവാസികളിൽ 18 ലക്ഷം പേരും അഭയാർത്ഥികളായി. 75% ജനങ്ങളും പട്ടിണിക്കാരായി. ഇതാണ് ഈ 15 മാസം നീണ്ട യുദ്ധത്തിന്റെ ബാക്കിപത്രം.